നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. മുങ്ങിമരണം വർദ്ധിക്കുന്നു. അയർലൻഡിൽ മുങ്ങിമരണം വർദ്ധിക്കുന്നു. ഈ വർഷം ഇതുവരെ 42 പേരാണ് മുങ്ങിമരിച്ചതെന്നാണ് കണക്കുകൾ. സെൻട്രൽ ബാങ്കിനെതിരെ നിയമ നടപടി. ഇസ്രായേൽ ബോണ്ട് വിഷയത്തിൽ സെൻട്രൽ ബാങ്ക് ഓഫ് അയർലൻഡിനെതിരെ നിയമ നടപടി. അഭിഭാഷകനും സോഷ്യൽ ഡെമോക്രാറ്റ്സ് ടിഡിയുമായ ഗാരി ഗാനോനാണ് ബാങ്കിനെതിരെ നിയമപരമായി നീങ്ങുന്നത്. ഭവന നിർമ്മാണം അതിവേഗത്തിൽ. അയർലൻഡിൽ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ. ഈ വർഷം രണ്ടാം പാദത്തിൽ 9214 പുതിയ വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. വാഹന രജിസ്ട്രേഷൻ നികുതി വർദ്ധിപ്പിക്കാൻ അയർലൻഡ് സർക്കാർ. വരാനിരിക്കുന്ന ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കും. നികുതി 1% വർദ്ധിപ്പിക്കാനാണ് ആലോചന. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച എനർജി കമ്പനിയായ ഫ്ലോഗാസ്. വൈദ്യുതി നിരക്ക് 7% വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. പുതിയ നിരക്ക് ഓഗസ്റ്റ് മുതൽ പ്രാബല്യത്തിൽ. ഡബ്ലിനിലെ 4D ജെം സ്മിത്ത് പബ്ബ് പൊളിച്ചു നീക്കാൻ അനുമതി നൽകി ആസൂത്രണ കമ്മീഷൻ. ഇവിടെ അപ്പാർട്ട്മെന്റും പബ്ബും നിർമ്മിക്കും. കൗണ്ടി ഫർമനാഗിൽ വെടിയേറ്റ് മരിച്ച അമ്മയെയും മക്കളെയും തിരിച്ചറിഞ്ഞു. 45 വയസ്സുള്ള വനേസ വൈറ്റ്, 14-കാരനായ ജെയിംസ് റഡ്ലഡ്ജ്, 13-കാരിയായ സാറ റഡ്ലഡ്ജ് എന്നിവരാണ് മരിച്ചത്. പ്രധാനമന്ത്രിക്ക് പരാതി. താലയിൽ ഇന്ത്യക്കാരനായ യുവാവ് ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ പരാതി നൽകി IOC അയർലൻഡ്. പ്രധാനമന്ത്രി മിഹോൾ മാർട്ടിൻ, ഉപപ്രധാനമന്ത്രി സൈമൺ ഹാരിസ്, അയർലൻഡിലെ ഇന്ത്യൻ അംബാസിഡർ അഖിലേഷ് മിശ്ര എന്നിവർക്കാണ് പരാതി നൽകിയത്. തൊഴിലവസരങ്ങളുമായി പേപാൽ. ഡബ്ലിനിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പേയ്മെന്റ് കമ്പനിയായ പേപാൽ 100 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഡാറ്റാ സയൻസ് തസ്തികയിലേക്കാണ് മുഴുവൻ നിയമനവും. ഭവന പദ്ധതിക്ക് അനുമതിയില്ല. ബ്രയിലെ ഭവന പദ്ധതിക്ക് അനുമതി നിഷേധിച്ച് പ്ലാനിംഗ് കമ്മീഷൻ. 650 വീടുകൾക്കായുള്ള പദ്ധതിക്കാണ് സൗകര്യങ്ങളുടെ അഭാവത്തെ തുടർന്ന് അനുമതി നിഷേധിച്ചത്. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ടെക് ഭീമന്മാർക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിയമനം വേണ്ടെന്ന നിർദ്ദേശവുമായി ഡൊണാൾഡ് ട്രംപ്. ചൈനയിൽ ഫാക്ടറികൾ തുടങ്ങരുതെന്നും AI ഉച്ചകോടിയിൽ സംസാരിക്കുന്നതിനിടെ ട്രംപ് പറഞ്ഞു. രാജസ്ഥാനിലെ ഛലാവറിൽ സർക്കാർ സ്കൂൾ തകർന്നു വീണു. സംഭവത്തിൽ 6 കുട്ടികൾ മരിക്കുകയും നിരവധി കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന രണ്ടാമത്തെ നേതാവായി നരേന്ദ്രമോദി. ഇന്ദിരാഗാന്ധിയുടെ പേരിലുണ്ടായിരുന്ന 4077 ദിവസമെന്ന റെക്കോർഡാണ് അദ്ദേഹം വെള്ളിയാഴ്ചയോടെ മറികടന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട് കൊടും കുറ്റവാളിയായ ഗോവിന്ദചാമി. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ഇയാളെ തളാപ്പിലെ കെട്ടിടത്തിന് സമീപത്തെ കിണറ്റിൽ നിന്നും പിടികൂടി. ഇയാളെ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റും. ഗോവിന്ദചാമി രക്ഷപ്പെട്ട സംഭവത്തിൽ ജയിലിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഉൾപ്പെടെ 4 പേരെ സസ്പെൻഡ് ചെയ്തു. WWE ഗുസ്തി താരം ഹൾക്ക് ഹോഗൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. UAE വേദിയായിരിക്കും. അടുത്ത ഏഷ്യ കപ്പ് T20 മത്സരങ്ങൾക്ക് UAE വേദിയാകുമെന്ന് സൂചന. ധാക്കയിൽ നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. ഈ വാരാന്ത്യവും അസ്ഥിര കാലാവസ്ഥ. അയർലൻഡിൽ തിങ്കളാഴ്ച വരെ മഴയും വെയിലും കലർന്ന കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് മെറ്റ് എയർ. പകൽ സമയങ്ങളിൽ താപനില വർദ്ധിക്കും. കേരളത്തിൽ മഴ കനക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇതേ തുടർന്ന് ജില്ലകളിൽ യെല്ലോ, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.